ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു MRC മിനിയേച്ചർ ഗാരേജ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള മിനിയേച്ചർ കളക്ഷൻസും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു തുടങ്ങുകയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഉള്ളത് നമ്മുടെ അടുത്ത് ഇതാ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ വണ്ടിയും കാര്യങ്ങളും. ആദ്യം തന്നെ പറഞ്ഞു പോകാന്ന് വെച്ചാൽ നമ്മുടെ KTM ഗായ്സ്. നമ്മുടെ KTMൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ വണ്ടിയാണ് ഗായ്സ് അവിടെ നിൽക്കുന്നത്. അതിനെ കുറിച്ചിട്ട് പറയുകയാണെന്ന് വെച്ചാൽ ഗായ്സ് അതൊക്കെ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ആദ്യം തൊട്ടുണ്ടായിരുന്നുള്ള വണ്ടിയും കാര്യങ്ങളാണ് ഗൈസ്. അത്യാവശ്യം പഴയ വണ്ടിയും കാര്യങ്ങളാണ്. പിന്നെ നിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂക്കാണ് ഗൈസ്. ഡ്യൂക്ക് ഫുൾ ബ്ലാക്ക് വണ്ടിയാണ് ഗൈസ്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം പാലക്കാടിൻ്റെ വണ്ടിയായിട്ടുള്ള ഇതിഹാസ് എന്ന് പറയുന്ന വണ്ടിയും കാര്യങ്ങളാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോസിലും അങ്ങനെ കാര്യങ്ങളൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ബ്ലാക്ക് ലുക്കും കാര്യങ്ങളും തന്നെ ആ വണ്ടിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇപ്പുറത്ത് കിടക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കളർ കോഡ് വണ്ടിയായിട്ടുള്ള ബിഗ് ബോസിൻ്റെ മാഡ് ബോയ് എന്ന് പറഞ്ഞൊരു വണ്ടിയും കാര്യങ്ങളാണ് ഗൈസ്. മാഡ് ബോയ് എന്ന് പറഞ്ഞുള്ള ഒരു വണ്ടിയാണ് ഗൈസ്. അത്യാവശ്യം ലുക്കുള്ള വണ്ടിയും കാര്യങ്ങളാണ് ഗൈസ്. ഉള്ളിൽ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് ഗൈസ്. ക്യാബിനിലും കാര്യങ്ങളും ലൈറ്റിങ്ങൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. പിന്നെയെന്ന് പറയുമ്പോൾ അപ്പോൾ ഗൈസ് പിന്നെ നമ്മൾ പറഞ്ഞെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടി തന്നെ പ്രത്യേകം പറയുമ്പോൾ ഒരു കളർ കോഡിൻ്റെ ലുക്കും കാര്യങ്ങളും എടുത്ത് കാണിക്കുന്നുണ്ട് ഗൈസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ കോഡ് ഒരു ലുക്ക് അങ്ങനെയൊന്നല്ല പറഞ്ഞത് ഗൈസ്. പഴയതായിരുന്നപ്പോൾ ആ പച്ചയായിരുന്നപ്പോഴൊക്കെ രസമായിരുന്നു. എന്നാലും കളർ കോഡും കാര്യങ്ങളും വണ്ടിക്ക് മാച്ചും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് ഗൈസ്. അത്യാവശ്യം അടിപൊളി ലൈറ്റിംഗ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയും കാര്യങ്ങളാണ് ഗൈസ്. അപ്പം അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം തന്നെ ഞാൻ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് ഗൈസ്. ഇതാണ് നമ്മുടെ ബിഗ് ബോസും ഇതിഹാസും തമ്മിലുള്ള പ്രത്യേകതകൾ ഗൈസ്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കേരളത്തിലെ കാളകളിലെ ഈ കതിരവൻ എന്ന് പറഞ്ഞ കാളയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് നമ്മൾ പണിതിട്ടുള്ളത് ഗൈസ്. ഇത് പറയുമ്പോൾ നമ്മൾ കുറേ അപ്ഡേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇത്രയും സേഫ് ആക്കിയത്. ഇപ്പം എൻ്റെ കയ്യിലുള്ള കളക്ഷനിലെ ഏറ്റവും വലിയ വണ്ടി എന്ന് പറയുന്നതും ഏറ്റവും വലിയ രൂപം എന്ന് പറയുന്നത് നമ്മുടെ ഈ കതിരവൻ എന്ന് പറഞ്ഞ കാളയുടെ തന്നെയാണ് ഗൈസ്. പിന്നെ ഇത് ആർച്ചും കാര്യങ്ങളൊന്നും നിർത്തിയിട്ടില്ല ഗൈസ്. അപ്പോൾ സെറ്റിങ്ങൊക്കെ ബാക്കിലുണ്ട് ഗൈസ്. ആർച്ചും കാര്യങ്ങളൊന്നും നിർത്തിയിട്ടില്ല. 105 കുറേ ടൈം കാര്യങ്ങളും പിടിക്കും ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതല്ലാണ്ട് ആർച്ച് നിർത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് നമ്മൾ. പിന്നെ നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ ഒരു രൂപം തന്നെ പറയുന്നത് നമ്മുടെ ഈ കതിരവൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഗൈസ്. നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് കതിരവൻ്റെ ആ ലുക്കിലേക്കാണ് മാറ്റിയെടുക്കാൻ നോക്കിയിട്ടുണ്ട് ഗൈസ്. ബാക്കിൽ പറഞ്ഞെങ്കിൽ പിന്നെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ ചെക്കൻ ഇത്തിരി സീനാണ്. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കുറച്ച് വണ്ടികൾ അപ്പുറത്ത് മുകളിലും കാര്യങ്ങളും കിടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മുടെ ഗ്യാരേജിൽ ഇത്രയും വണ്ടികളും കാര്യങ്ങളും നടക്കുന്നത്. ടോട്ടല് 1 2 3 4 5 6 7 8 വണ്ടികളാണ് ഇപ്പോൾ ഉള്ളത്. DJ വണ്ടി വരുന്നുണ്ടായിരുന്നു ഗൈസ്. അത് ഇത്തിരി സീനായിട്ട് അവിടെ കിടക്കുകയാണ് ഗൈസ്. അത് പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടാം ഗൈസ്. പിന്നെ പറയുമ്പോൾ നമ്മുടെ കതിരവനിൽ പറയുമ്പോൾ ലുക്ക് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ പരമാവധി നമുക്ക് പറ്റണ പോലെ അതിലേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ക്യാബിനും കാര്യങ്ങളായാലും അത്യാവശ്യം നമുക്ക് പറ്റണ പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ല ഗൈസ് ഉള്ളും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റണ പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അവിടുത്തെ ഉള്ളിലത്തെ ഡോറും കാര്യങ്ങളൊക്കെ തുറക്കും. നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മുടെ അടുത്ത വണ്ടികളുടെ അടുത്തേക്ക് പോകാം ഗൈസ്. പിന്നെ ഇത് പറയുമ്പോൾ നമ്മുടെ ബിഗ് ബിയുടെ ഒരു മിനിയേച്ചറാണ് ഗൈസ്. അത് കാര്യം സെറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല ഗൈസ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പിന്നെ പറയുമ്പോൾ നമ്മുടെ ഇത് ഒരു ഓൾഡ് മോഡലായിരുന്നു ഗൈസ്. ഇത് പൊളിച്ചു പോയി ഗൈസ്. ഈ വണ്ടി ഈ ഫ്ലോട്ട് പൊളിച്ചു പോയി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കാരണം നമ്മളിത് മേക്ക് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ ഗൈസ്. അത്യാവശ്യം അടിപൊളി വണ്ടികളാണ് ഗൈസ്. നമ്മളടുത്ത് അടിപൊളി ഫ്ലോട്ടും കാര്യങ്ങളാണായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കാര്യങ്ങളായിരുന്നു ഗൈസ്. ഫ്ലോട്ടും കാര്യങ്ങളായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവർക്കും അധികം അറിയുന്ന നമ്മുടെ ശിവതാണ്ഡവം ഫ്ലോട്ടാണ് ഗൈസ്. ഈ കൈ കാലൊക്കെ അതേപോലെ മൂവിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇനി ഒരു വേറെ നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഇനി നമ്മളൊരു ഫ്ലോട്ടും കാര്യങ്ങളും പുതിയത് ഇറക്കുന്നുണ്ട് ഗൈസ്. അതിൻ്റെ വീഡിയോ കമ്മിങ് സൂൺ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുത്തുള്ളതെന്ന് പറയുമ്പോൾ ഇത്രയും വണ്ടിയും കാര്യങ്ങളാണ് ഗൈസ് നമ്മുടെ ഗാരേജിൽ കിടക്കുന്നത്. നമ്മുടെ മിനിയേച്ചർ ഗാരേജിൽ കിടക്കുന്നത് ഗൈസ്. അപ്പോൾ ഇനി ഇവരും കാര്യങ്ങളൊക്കെ ഇത് പിന്നെ ഹരി ആർട്സിൻ്റെ ഒരു എന്താ പറയുക
ഫ്ലോട്ടും കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്നാലും എല്ലാവരും ഇഷ്ടമാണ് ഗൈസ്, എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ മിനിയേച്ചർ ഗാരേജിലത്തെ വിശേഷങ്ങൾ ഗൈസ്. ഇനി ന്യൂ വീഡിയോ കാര്യങ്ങളും വരുന്നതായിരിക്കും. ഇനിയും കൂടുതൽ വണ്ടികൾ മേക്ക് ചെയ്തെടുത്ത് നമ്മൾ പുതിയ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പുതിയ ഫ്ലോട്ട് കമ്മിങ് സൂൺ. അപ്പോൾ എല്ലാവർക്കും ബൈ.